എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുപടിയിലേക്ക് സ്വാഗതം. പല വിദ്യാർത്ഥികളും കമൻ്റായിട്ടും അല്ലാതെയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന നിരവധി സംശയമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുകയെന്ന്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നമുക്കൊരു ഒഫീഷ്യലായി ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഓഗസ്റ്റ് 6 എന്നാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് സംശയമുണ്ട്, എന്താണ് അത്രയും നീണ്ടുപോകാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത്, ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ഓഗസ്റ്റ് 5 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ഓഗസ്റ്റ് 5 വരെ നീട്ടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് നീണ്ടുപോകാനുള്ള സാധ്യതയും. അതൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അഡ്മിഷൻ സംബന്ധിച്ചും സെമസ്റ്ററുകൾ സംബന്ധിച്ചുമുള്ള എല്ലാ അറിയിപ്പുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഈ ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിനെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിനെ ഈ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പ്രസിദ്ധീകരിക്കും, ഇന്ന് വരുമോ എന്നൊക്കെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, ഓഗസ്റ്റ് 6 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അതിന് കാരണം എന്ന് പറയുന്നത്, ഓഗസ്റ്റ് 5 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ഓഗസ്റ്റ് 5 വരെ നീട്ടി നൽകിയിട്ടുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത്, പല ജില്ലകളിലും കനത്ത മഴയെ തുടർന്ന് അവധികളൊക്കെ പ്രഖ്യാപിച്ചു. വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ദുരിതബാധിത മേഖലകളിലൊക്കെ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കോളേജുകളിൽ ഹാജരാകാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച വരെ അഡ്മിഷൻ എടുക്കാനുള്ള സമയപരിധി നീട്ടി നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ഓഗസ്റ്റ് 5 അവസാനിക്കുക. ആ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷന് ശേഷമായിരിക്കും എന്തായാലും എന്ത് ചെയ്യുക, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എന്തായാലും ഓഗസ്റ്റ് 6 നിങ്ങൾക്ക് ലഭ്യമാകുമെന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ പുറത്തു വന്നു കഴിയുമ്പോൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് പരിശോധിക്കാം. അതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്താൽ മതിയാകും. അതിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ തുറന്നു വരുന്ന പേജിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല. റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമേ ലിങ്ക് ലഭ്യമാകുള്ളൂ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ID മീൻസ് ക്യാപ് ID, പാസ്വേഡ് മീൻസ് സെക്യൂരിറ്റി കീ നൽകി ലോഗിൻ എന്ന ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത് 3 നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ലോഗിൻ എന്ന ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. ഇനിയിപ്പോൾ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ പല വിദ്യാർത്ഥികളും ഇനി ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, എന്താണ് പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുകയെന്ന്. അപ്പോൾ പല വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെന്താണ് സപ്ലിമെൻ്ററി ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് ഒരു കോളേജിലും ഉണ്ടായിരിക്കുന്നത് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പോലും നിങ്ങൾ ആ കോളേജിൽ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. ഫീസ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാകും. നിങ്ങൾക്ക് കിട്ടിയ സീറ്റിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ പോലും അല്ലെങ്കിൽ സംതൃപ്തരല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാകുന്നതായിരിക്കും.
പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ, ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതല്ലെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? 6-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ പല മേഖലയിലും ഇപ്പോൾ അതിശക്തമായ മഴയാണ്. ജില്ലകളിലൊക്കെ വിവിധ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ്. വയനാടൊക്കെ പല വിദ്യാർത്ഥികളും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അഭയം തേടിയിരിക്കുന്നപ്പോൾ ആശ്രയം തേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഹാജരാകാൻ സാധിക്കാത്തൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികളുടെയൊക്കെ അവസ്ഥ കണക്കിലെടുത്താണ് ഈ ഡേറ്റ് ഓഗസ്റ്റ് 5 വരെ. അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അഡ്മിഷൻ്റെ ഡേറ്റ് ഓഗസ്റ്റ് 5 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നൽകിയിരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 5 തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കും എന്തായാലും ഓഗസ്റ്റ് 6 തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്തായാലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ അക്കാഡമി.